ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നത്. ടൗണൊന്നും അല്ല, വലിയ വലിയ ടൗണൊന്നും അല്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിന് താഴെയുള്ളൊരു ചെറിയ കടകളാണ്. ഈ കാണുന്ന ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു പാർട്ട്. ഒരു കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ളും വേറൊരു ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ മെയിനായിട്ട് പുറത്ത് പോകുന്നത് പറഞ്ഞാൽ ഹോസ്റ്റലിലെല്ലാം ഫുഡെല്ലാം കഴിച്ച് മടുത്ത് ഞങ്ങളിന്ന് അതുപോലെ തന്നെ ഒരു എൻജോയ്മെൻറ്റിനൊക്കെ ആയിട്ട് ഞാനും രവി ചേച്ചിയും കൂടെ ജസ്റ്റ് ഒരു ബ്രോസ്റ്റ് മേടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ബ്രോസ്റ്റ് മേടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഞങ്ങളുടെ ഇവിടെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട്. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ബ്രോസ്റ്റ് കട. ഇത് അൽബേക്കിൻ്റെ ആണ് നമ്മുടെ ബ്രോസ്റ്റ്, അൽബേക്ക്. അപ്പോൾ അവിടെ നിന്നാണ് ഇവിടുത്തെ വൺ ഓഫ് ദി ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള തന്നെ ഒരു ബ്രോസ്റ്റ് കടയാണ്. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത് പെട്രോൾ പമ്പാണ്. അതിൻ്റെ അവിടെ ആയിട്ടൊരു മലയാളി കടയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നേരെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഹൈവേ ഒക്കെയാണ്. അതുപോലെ ഇപ്പം നമ്മളിപ്പം ബ്രോസ്റ്റ് കടയിലോട്ട് കയറുവാണ് കൂട്ടുകാരെ. അതാ നമുക്ക് വേണമെങ്കിൽ ഇരുന്നെല്ലാം അവിടെ ഇരുന്നൊക്കെ നമുക്ക് ഫുള്ള് കഴിക്കാവുന്നതാണ്. എൻ്റെ ചെറിയ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഇതൊക്കെ ആയിപ്പോയി. ഇതാണ് നമ്മുടെ ബ്രോസ്റ്റിൻ്റെ മറ്റേ മെനു കാർഡ്. നമ്മൾ ഈ 19 റിയാലിൻ്റെ സ്പൈസി ബ്രോസ്റ്റാണ് ഇന്ന് മേടിക്കുന്നത്. അപ്പം ആക്ച്വലി ഇന്നാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ടൈലിൻ്റെ ഒക്കെ വർക്ക് നടന്ന കാരണം ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. ഇതാണ് നമ്മുടെ ഒരു ബില്ല്. അതിൻ്റെ വന്നിട്ട് 24 റിയാലൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രോസ്റ്റ് എല്ലാം അവരെ പ്രിപ്പയർ ചെയ്ത് തന്ന് നമ്മളിനിപ്പോൾ അടുത്തത് തോഫീറിലേക്ക് പോവുക. ഈ കാണിക്കുന്ന കേട്ടോ നമ്മുടെ അടുത്ത സൂപ്പർ മാർക്കറ്റ്. അപ്പം ഈ കാണുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടുന്ന് കിട്ടും. ഇതല്ലാതെ നമുക്ക് വേറെ സൂക്കിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറേ മലയാളി കടകളും അതുപോലെ കുറേയും കൂടെ വിശാലമായിട്ടുള്ള നമുക്ക് കടകളും കാര്യങ്ങളും സാധനങ്ങളെല്ലാം കിട്ടും. അവരിന്ന് അങ്ങനെ കാര്യമായിട്ട് സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല. നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നിവിടെയായിട്ട് ജസ്റ്റ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ വന്നപ്പോൾ തന്നെ അവിടെ വൈഫൈൻ്റെ ഒക്കെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് നടക്കുന്ന കാരണം നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഇതൊന്ന് കയറി പോകുന്നതിൻ്റെ ഒരു സ്ഥലമായപ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല മുട്ടായികളുടെയും അതുപോലെ അങ്ങനത്തെ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ ശേഖരണങ്ങളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫറുകളൊക്കെ കാണും. ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഗാലക്സി, അതുപോലെ കുറേ മുട്ടായികളുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ഇഷ്ടംപോലെ വാരിയെടുക്കാം. ഭയങ്കര പൈസ കുറവിലൊക്കെ നമ്മൾ വേറെ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന കടകളിലൊക്കെ പൈസ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടും പൈസ കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കിറ്റ്കാറ്റ്, ബൗണ്ടി ഇതൊക്കെ 17 റിയാൽ, 6 പീസ്. എന്നാലും വലിയ ബൗണ്ടിയൊക്കെ കേട്ടോ. അതുപോലെ നമ്മുടെ സ്നിക്കേഴ്സ് അതിനൊക്കെ 14 റിയാലേ ഉള്ളൂ. കുറേ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ പോകുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഈ 14, 16 എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ബില്ല് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പൈസ കുറവായിട്ട് വരും കേട്ടോ. പിന്നെ ഇവിടെ ഏലയ്ക്ക, നല്ല നാട്ടിലെ നല്ല സൂപ്പർ ഏലയ്ക്കയാണ്. നല്ല ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും തന്നെ നല്ല ആ ഏലയ്ക്കേൻ്റെ സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഈ താഴെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്. വീട്ടിലൊക്കെ പോകുമ്പോൾ ഈസ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി. പിന്നെ ഇതുപോലെ കുറച്ച് ഓഫറായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നല്ല പാത്രമൊക്കെ കഴുകുന്ന സോപ്പ്, നാട്ടിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ മേടിക്കാം, നല്ലതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ചെമ്പ്, അതുപോലെ കുറേ പാത്രങ്ങൾ കണ്ടോ, കാസറോള്, അതൊക്കെ കുഞ്ഞി കാസറോൾ തൊട്ട് വലിയ കാസറോൾ വരെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എഗെയിൻ ഓരോ കമ്പനീൻ്റെ പെർട്ടൊക്കെ, വത്തിക്ക, പെർട്ട് നല്ല സൂപ്പർ കമ്പനികളും നല്ല ഷാമ്പു ആണ്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഈ വത്തിക്കേൻ്റെ ഷാമ്പു കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും വാസലിൻ, അതുപോലെ നിവ്യയുടെ ക്രീം, അതുപോലെ ഭയങ്കര നല്ല പൈസ കുറവിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. നോക്ക്, എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. നാട്ടിലൊക്കെ വരുന്നവർക്ക് ഇവിടുന്ന് അത്യാവശ്യം മേടിക്കാനൊക്കെ
നല്ലതാണ്. കാരണം പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചാൽ ഇവിടുത്തേനേക്കാളും 1 രൂപ, അതായത് 1 റിയാൽ 2 റിയാൽ വ്യത്യാസത്തിലൊക്കെ ഉള്ളൂ. നമ്മൾ ആ വണ്ടിക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മേടിക്കുന്നതായിരിക്കും ലാഭം. അതുപോലെ എല്ലാ തരം സാധനങ്ങളും ഈ ഒരു തോഫീറിൽ നമുക്ക് അവൈലബിൾ ആട്ടോ. കണ്ടോ, ബൾക്കായിട്ട് മേടിക്കാൻ വേണ്ടിയും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഉണ്ടോ, 6 സോപ്പ് അടങ്ങുന്ന ഒരു സെറ്റാണ് ഡവിൻ്റെ. അതിനാണേലും ഭയങ്കര പൈസ കുറവാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് മേടിക്കും. ഇപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ള പൈസേനേക്കാളും കുറവാണ് ബില്ല് ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. പിന്നെയും ഒരു 2-3 രൂപ റിയാലിൻ്റെയൊക്കെ ഒരു വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ ബില്ലുമായിട്ട്. അതുപോലെ തന്നെ എയർ ഫ്രഷർ, അതുപോലെ നമുക്കിങ്ങനെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ നമ്മുടെ നാട്ടിലെ കംഫോർട്ടൊക്കെയാണിത്. നല്ല ഇതാണ്, ഞങ്ങൾ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല സ്മെല്ലൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ പാറ്റൗളിക, ഇത് പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അത് വർക്കായില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ മേടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതും കംഫോർട്ടിൻ്റെ ഒരു ടൈപ്പാണ്. ഇവിടെ സൗദികളൊക്കെ അതേ കൂട്ടനാണ് കേട്ടോ മേടിച്ച് ഉപയോഗിക്കുന്നത്. ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെർഫ്യൂമും ബോഡി മിസ്റ്റൊക്കെയാണിത്. പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. സൂപ്പറാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഫ്രഷ് സ്മെല്ലും ആട്ടോ. നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിയുമ്പോൾ ടയേർഡ് 12 hours ഡ്യൂട്ടിയാണ്. ആ 12 hours നമുക്ക് സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള, അതായത് ജസ്റ്റ് സ്നാക്സ് പോലെ കുറേ കേക്ക്, റസ്ക്, കണ്ടോ നമ്മുടെ നാട്ടിലെ കൊടുത്ത കേക്കും റസ്കൊക്കെ ഉണ്ട്. നല്ലതാണ്. ഇതിപ്പം നമുക്ക് കുറച്ച് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ പിള്ളേർക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പാൽപ്പൊടി എല്ലാം ഉണ്ട്. നല്ല വില കുറവാട്ടോ ഇവിടെ. കണ്ടോ, ഞാൻ പാൽപ്പൊടീനെയൊക്കെ നല്ലപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടോ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലെ കണ്ടോ, നമുക്ക് ഓവനൊക്കെ ഉണ്ടെങ്കിൽ നഗറ്റ്സ്, ബർഗർ അതുപോലെയൊക്കെ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന മാറ്റ്, പിന്നെ ടവൽസ്, അതുപോലെ തന്നെ നമ്മുടെ നല്ല ബ്ലാങ്കറ്റ്, അതൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് എത്ര, ഒരു 90 റിയാലും കണ്ടാണ് ഇതിന്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ബ്ലാങ്കറ്റ് ആട്ടോ. നല്ല കട്ടിയും നല്ല ചൂടൊക്കെ നിൽക്കുന്ന നല്ല ബ്ലാങ്കറ്റാണ്. അതുപോലെ ഇവിടുത്തെ നമുക്ക് പാത്രമൊക്കെ കഴിയുമ്പോൾ ഫെയറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഓഫർ പ്രൈസിന് അവർ ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹാർപ്പിക്ക്, ബാത്റൂം കഴുകാനും അതൊക്കെ. പിന്നെ ഇവിടെ സൗദിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഈ പാറ്റയൊക്കെ അടിക്കുന്ന സ്പ്രേ, അത് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയും എല്ലാ സാധനവും, നമുക്ക് ഇന്ത്യൻ റൈസും അതുപോലെ ബിരിയാണി റൈസ്, എല്ലാ തരം റൈസ്, ഷുഗർ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുന്ന മുട്ട, അതുപോലെ കോൾഡായിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക്സ്, അതുപോലെ കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ നമ്മുടെ നമുക്ക് യോഗേർട്ട്, മിൽക്ക്, അതുപോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇനിയിപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ കണ്ടോ, ഇഞ്ചീൻ്റെയൊക്കെ ഒരു സൈസ് കണ്ടോ, അതുപോലെ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ഇഞ്ചി പാക്ക് ചെയ്തത്, പച്ചമഞ്ഞൾ, തേങ്ങ, ക്യാരറ്റ്, എല്ലാ വക സാധനങ്ങളും നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. കാരണം ഞങ്ങൾ എപ്പോഴും തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം വെജിറ്റബിൾസും എല്ലാം കിട്ടുന്ന കാരണം ഞങ്ങൾ ഈ ഒരു കടയിലാണ്. കണ്ടോ, ചേമ്പ് നമ്മുടെ ഈ ഒരു കടയിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് ബില്ലൊക്കെ ആക്കി പുറത്തോട്ട് പോരുകയാണ് കേട്ടോ. സാധനങ്ങൾ അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ സാലറി വരുന്ന സമയത്ത് തന്നെ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കും. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡായിട്ട് ഞാൻ കാണിച്ചത്. ഞങ്ങൾ റൂമിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെ പർദ്ദയൊന്നും നിർബന്ധമൊന്നും അല്ല, പക്ഷെ ഞങ്ങൾ ജീൻസ് ഇട്ടിട്ടുള്ള കാരണം ജസ്റ്റ് ഒരു ഓപ്പൺ പർദ്ദ ഇട്ടു. നമ്മുടെ ഡിപ്പാണ് മയണൈസ്, റെഡും അതുപോലെ വൈറ്റ്, ടൊമാറ്റോ സോസ്, അതിൻ്റെ ഇവിടെ 2 കുബൂസ്, പിന്നെ ചായ, നമ്മൾ 2 മിറണ്ട മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 പീസസ് ആട്ടോ. 19 റിയാലാണ് ഒരു ഫുൾ ബ്രോസ്റ്റിന് വരുന്നത്.
അതിൻ്റെ കൂടെ 4 പീസ്, അത് ഹോൾ ചിക്കനാണെന്ന് തോന്നുന്നു, ഹോൾ ചിക്കനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് 4 പീസസും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ആണ് നമുക്കുള്ളത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.